തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ ബസ് മറിഞ്ഞ അപകടം 17 പേർക്ക് പരിക്കേറ്റു. കൈപ്പറമ്പ് പുറ്റക്കരയിലാണ് ഇന്ന് പുലർച്ചെ 5:30 ബസ് മറിഞ്ഞത്. അമൽ സുരേന്ദ്രൻ ഇപ്പോൾ തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. അമൽ, ഇതെങ്ങനെയാണ് അപകടമുണ്ടായത്? വിവരങ്ങൾ അമൽ. ഉന്മേഷ്, ഇന്ന് രാവിലെ 5:30 ഈ ഒരു അപകടം കൈപ്പറമ്പ് പുറ്റേക്കര ഭാഗത്തേക്ക് വരികയായിരുന്ന ബസ്സിൽ ഉണ്ടായത്. ഈ ഒരു തൃശ്ശൂരിലെ ഈ ഒരു പ്രധാനപ്പെട്ട റോഡായ തൃശ്ശൂർ കുന്നംകുളം ബൈപ്പാസ് ഇപ്പോൾ ഏതായാലും ഈ ഒരു അപകടത്തെ തുടർന്ന് അവിടെ വലിയൊരു ഗതാഗത കുരുക്ക് തന്നെയാണ് ഉണ്ടായത്. ഏതായാലും അപകടത്തിൽ 17 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ ബസ്സിന്റെ മുൻവശം പൂർണ്ണമായും തകർന്ന നിലയിലാണുള്ളത്. പരിക്കേറ്റ 17 പേരെ ഇപ്പോൾ ഏതായാലും തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എന്താണ് ഈ ഒരു അപകടത്തിന്റെ കാരണം എന്നതിനെ കുറിച്ച് കൂടുതൽ വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഡ്രൈവർക്ക് ഏതെങ്കിലും തരത്തിൽ ഉറങ്ങിപ്പോയതാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണമാണോ, ബസ്സിന്റെ ഏതെങ്കിലും തകരാറാണോ? റോഡിൽ നമുക്കറിയാം ഇന്നലെയൊക്കെ മഴയുടെ ഒരു സാധ്യതയെല്ലാം തൃശ്ശൂർ ഉണ്ടായിരുന്ന ഒരു സമയമാണ്. അപ്പോൾ മഴ ഉണ്ടായതാണോ? അപ്പൊ എന്താണ് ഈ റോഡിന്റെ ഈ ഒരു അപകടത്തിൽ ഉണ്ടാവാനുള്ള ഒരു കാരണം എന്ന വിവരം ഇനിയും അറിയേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ അപകടം പറ്റിയവരിൽ ആരുടെയും നില ഗുരുതരം അല്ല എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഏതായാലും 17 പേർക്ക് പക്ഷെ പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ നാട്ടുകാരും പോലീസും ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ബസ്സിനെ റോഡിൽ നിന്ന് മാറ്റാനുള്ള ഒരു ശ്രമത്തിലാണ്. അവിടെ വലിയൊരു ട്രാഫിക് കുരുക്ക് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ കുറേയധികം ആളുകൾ ഈ ഒരു കുറച്ചുകൂടി സമയം കഴിയുമ്പോൾ ബസ് മാറ്റാൻ സമയമെടുത്താൽ വലിയൊരു കുരുക്കിലേക്ക് അത് പോകും. അതിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ആ ബസ്സിനെ വഴിയിൽ നിന്ന് മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉന്മേഷ്, അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.